ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. 365 ദിവസം കൊണ്ട് ഈ വണ്ടി എങ്ങനെ എടുക്കാനുള്ള ഒരു അതായത് ക്യാഷ് ചേർത്ത് വെച്ചിട്ട് എങ്ങനെ ഈ വണ്ടി എടുക്കാനുള്ള ഒരു ചാലഞ്ചായിരുന്നു. അത് നമ്മൾ കറക്റ്റ് ഒരു 310 ദിവസം കൊണ്ടാണ് നേടിയെടുത്തത്. ഇപ്പോൾ ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം 22 മാർച്ച് 2025 ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതുവരെ വീഡിയോ ചെയ്യാത്തതെന്ന് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക്, ഇതിൻ്റെ സേഫ്റ്റി വർക്കിനുള്ള PPF കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ലോങ് വീഡിയോ ഇടാത്തത് എന്തുകൊണ്ടാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഒരു മാസമെങ്കിലും ഓടിച്ചു നോക്കിയിട്ട് അതിൻ്റെയും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ ഉദ്ദേശം കൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടീൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അത് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. എന്നാലും എനിക്കിപ്പോൾ പറയാനുള്ളത് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ, ഇതിൽ എന്തൊക്കെയാണ് ഞാൻ ആക്സസറീസ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, എൻ്റെ ഫീലിംഗ് എങ്ങനെയാണ്, ഈ വണ്ടി ഓടിച്ചിട്ട് എത്രത്തോളം എനിക്ക് കംഫർട്ടാണോ അല്ലയോ, അങ്ങനെ വെച്ചാൽ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ വണ്ടീനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഹോണ്ട CBR 650R. ഈ വണ്ടി ഞാൻ പർച്ചേസ് ചെയ്ത് കൊച്ചി ബിഗ് വിങ് എന്നാണ്, ടോപ്പ് ലൈൻ എന്ന് പറയും, അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഈ വണ്ടീൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്താണെന്ന് നോക്കാം. ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,61,082 രൂപയാണ്. ഇതിൽ ഇൻഷുറൻസ്, ടാക്സ്, റോഡ് ടാക്സ് ഒക്കെ കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ 12,61,000 സംതിങ് ആവുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മാഹിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അവർക്ക് സുബിൻ എന്നാണ് പേര്. മൂപ്പർക്ക് ഒരു 10,00,000 സംതിങ്, 10,50,000 അറൗണ്ട് ഒരു 2 ലക്ഷം റുപ്യോളം കുറവാണ് മൂപ്പർക്ക്. എന്താണ് ഈ ടാക്സിൻ്റെ മാറ്റാണ്. മാഹിയിലുള്ളവർക്ക് ടാക്സ് കുറവാണല്ലോ. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഈ വണ്ടി ഒരു 10,50,000 ആ ഒരു റേഞ്ചിലാണ്. കറക്റ്റ് എത്രയെന്നല്ല, എന്തായാലും ഒരു 2 ലക്ഷം റുപ്യോളം കുറവുണ്ടാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വണ്ടീൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സിൻ്റെ ഡീറ്റെയിൽസാണ്. എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളെ കയറ്റിയിട്ടുള്ളൂ, പക്ഷേ അത്യാവശ്യം നല്ല എമൗണ്ടാണ്. എക്സ്ട്രാ ഫിറ്റിങ്സിനൊക്കെ നല്ല പ്രൈസാണ്. അറൗണ്ട് ഒരു 1 ലക്ഷം റുപ്യോളം എനിക്ക് എക്സ്ട്രാ ഫിറ്റിങ്സിന് തന്നെ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റത്തെ ഫിറ്റിംഗ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഫോർക്ക് പ്രൊട്ടക്ഷനാണെന്ന് പറയാം. ഈ സാധനം ഒരു 5,500 ആ റേഞ്ചിലാണ്, 5,500 ആ റേഞ്ചിലാണ് വരുന്നത്. എന്നോട് ഇതിൻ്റെ ഫിറ്റിങ്സിൻ്റെ ആൾക്കാർ പറഞ്ഞു ഫോർക്കിന് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ എത്രത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും കാണാൻ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഒരു 5,500 വരുന്നത്. പിന്നെ അതേപോലെ റേഡിയേറ്ററിൻ്റെ ഗാർഡ് ഉണ്ട്. ആ ഗാർഡ് എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഫിറ്റ് ചെയ്യേണ്ടത് അതാണ്. എന്താണെങ്കിൽ ഇതിൻ്റെ ചളി നിറച്ചും അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ റേഡിയേറ്റർ കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ വണ്ടി എടുത്ത് കൊച്ചിയിൽ നിന്ന് ഇവിടെ മലപ്പുറത്ത് എത്തുമ്പോഴേക്കും ഏകദേശം അതിലുള്ള നല്ലോണം സ്ക്രാച്ച് കാര്യങ്ങൾ ഡാമേജൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് റേഡിയേറ്ററിൻ്റെ ഗാർഡ് ഫിറ്റ് ചെയ്യുക. റേഡിയേറ്ററിൻ്റെ ഗാർഡിൻ്റെ പല റേറ്റിലുണ്ട്. ഞാൻ ഫിറ്റ് ചെയ്ത ഇവോടെക്കിൻ്റെ റേഡിയേറ്റർ ഗാർഡാണ് ഏകദേശം 12,500 രൂപയാണ് വരുന്നത്. അടുത്ത ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ക്രാഷ് കാർഡാണ്. ക്രാഷ് കാർഡ് ആറഞ്ചിൻ്റെ ക്രാഷ് കാർഡാണ്. ഇപ്പുറത്തും അപ്പുറത്തും ഇതിൻ്റെ ക്രാഷ് കാർഡ് ഉണ്ടാവും. അതിൻ്റെ സെറ്റിനാണ് 11,500. പിന്നെ ഇതിൻ്റെ അടുത്ത ഫിറ്റിംഗ് ഇതിൻ്റെ ഹോണാണ്. ഇതിൻ്റെ ഹോൺ ചേഞ്ച് ചെയ്യാൻ കമ്പനി ഹോൺ ഞാൻ മാറ്റിയതാണ്. ഏകദേശം അതിന് ഒരു 4,000 രൂപയോളം വന്നിട്ടുണ്ട്. കുറച്ച് ലൗഡാണ്, കേൾക്കാനും ഒരു സ്മൂത്ത്നെസ്, ഒരു എന്താണ് ആൾക്കാരെ പേടിപ്പിക്കേണ്ട സൗണ്ടല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് സൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വെരി കംഫർട്ടായിട്ട് തോന്നും. കൂടുതൽ നമുക്ക് ഒരു കംഫർട്ടായിട്ട് തോന്നും ആ ഹോൺ ഉള്ളതുകൊണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ പാഡൽ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു സ്വിങ് ആം സ്പൂൾ എന്ന് പറയും, ഒരു ബോട്ട് മോഡലാണ്. ആ ബോട്ടിൽ പാഡൽ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റിയാണ്. വണ്ടി സ്ലിപ്പായി വീഴാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി മറ്റേ മോഡൽ. അതായത് നോർമൽ നമ്മൾ സ്വിങ് ആമിൽ കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ സേഫ്റ്റിയാണ്. ഈ വരുന്ന ബൂട്ടിന് ഏകദേശം ഒരു 6,500 രൂപയാണ് വരുന്നത്. ഈ വണ്ടിയിൽ ഞാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുള്ള ക്രാഷ് കാർഡും ഈ ഫ്രണ്ട് ഫോർക്കത്തെ ബൂട്ടും ബാക്കിൽ വരുന്ന ആ ബൂട്ടും ഇതൊക്കെ ആറഞ്ചിയാണ്. ആറഞ്ചിൻ്റെ ബ്രാൻഡഡ് സാധനമാണ്. പിന്നെ അതേപോലെ റേഡിയേറ്ററിൻ്റെ കാർഡ് ഇവോടെക്കാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള കാരണം ഇതിൽ റേറ്റ് കുറവുള്ളതുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്
റേഡിയേറ്ററിൻ്റെ ഗാർഡ് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും റേഡിയേറ്റർ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട മെയിൻ കാര്യം എന്താണെങ്കിലും വണ്ടിക്ക് PPF ചെയ്യേണ്ടതാണ്. PPF എന്ന് പറഞ്ഞാൽ ഒരു ഇതിൻ്റെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടാവും അതിൻ്റെ വീഡിയോസ്. PPF എന്ന് പറഞ്ഞാൽ ഈ ബോഡിയിൽ സ്ക്രാച്ച് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഒട്ടിക്കുന്നതാണ്. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, പക്ഷേ ബോഡിക്ക് സേഫ്റ്റിയാണ്. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചൊക്കെ അതുകൊണ്ട് ഉണ്ടാവാതിരിക്കും. ഞാൻ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്, ടാങ്കിൻ്റെ മുകളിൽ ചെരിഞ്ഞിട്ടാണ് ഇരിക്കൽ. അപ്പോൾ എൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഈ ടാങ്കിൻ്റെ മുകളിലേക്ക് തട്ടിയിട്ട് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോളിഷ് ചെയ്തിട്ട് ഇത് ഒട്ടിച്ചതിന് ശേഷം അങ്ങനത്തെ പ്രശ്നം തന്നെ ഇല്ല. പിന്നെ ഈ PPF ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എക്സ്പെൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഏകദേശം എനിക്കൊരു 30,000 രൂപയോളം ഇതിലേക്ക് ചിലവ് വന്നിട്ടുണ്ട്. നേക്കഡ് വെർഷൻ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ മാക്സിമം PPF ചെയ്യാൻ ശ്രമിക്കുക. എന്താണെങ്കിലും കുറേ സ്ക്രാച്ചസ് അതുകൊണ്ട് വണ്ടിക്ക് ഉണ്ടാവാതിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ ചെയ്തിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങൾ. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാണ്ട്, ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വാങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. ഒന്നാമത്തെ കാര്യം പാഡൽ സ്റ്റാൻഡ് വാങ്ങാൻ. അതെന്തായാലും നമ്മൾ ചെയിൻ പോക്കറ്റൊക്കെ ക്ലീൻ ചെയ്ത് ചെയിൻ ലൂബൊക്കെ അടിക്കണമെങ്കിൽ നിർബന്ധമാണ്. എന്താണെങ്കിൽ ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. അപ്പോൾ ചെയിൻ ലൂബൊക്കെ ചെയ്യണമെങ്കിൽ ചെയിനൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ അതെന്തായാലും നിർബന്ധമാണ്. അപ്പോൾ അതെന്തായാലും വാങ്ങിയേ പറ്റുള്ളൂ. എന്തായാലും അത് വാങ്ങുമ്പോൾ ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ് വാങ്ങേണ്ടത്. ഒരു 3000-3500 ആ റേഞ്ചിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഈ വണ്ടീൻ്റെ പവർ കാര്യങ്ങളൊക്കെ നോക്കിയാൽ 649 cc ആണ്. ഇൻലൈൻ 4 സിലിണ്ടറാണ്. 93 ഹോഴ്സ് പവറാണ്. പിന്നെ ഇതിലേക്കിപ്പോൾ പുതിയ പണ്ടത്തെ മോഡൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ മോഡൽ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഉള്ള മോഡൽ CBR 1000 RRR ഫയർ ബ്ലേഡിൻ്റെ ഒരു മിനി വെർഷനാണ്. പണ്ടത്തേത് കുറച്ചും കൂടി ഈ വൈസർ കാര്യങ്ങൾ ഫ്രണ്ട് വ്യൂസൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബൾക്കിയാണ്. ഇതിപ്പോൾ എയറോഡൈനാമിക്സൊക്കെ കുറച്ചും കൂടി ലെവലാക്കിയിട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടി വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡ് കാര്യങ്ങൾ എന്തെങ്കിലും പവറൊക്കെ കൂട്ടിയിട്ടുള്ളതാണ്. പിന്നെ പണ്ടത്തെ ഇതിൻ്റെ മുൻപത്തെ മോഡലിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലും ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കുറച്ചും കൂടി ഫോണൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഐഫോൺ എന്തായാലും കണക്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതുവരെ എൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഇതുവരെ കണക്ട് ചെയ്ത് നോക്കിയിട്ടില്ല. എന്നാലും എനിക്ക് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 23-25 ആ റേഞ്ചിൽ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുവരെ മൈലേജ് ചെക്ക് ചെയ്ത് നോക്കിയില്ല. ഏകദേശം ഇപ്പോൾ ഇതിൻ്റെ ഒരു 1800 കിലോമീറ്ററോളം ഓടിച്ച്. ഇതിൻ്റെ ലോങ് ട്രിപ്പിന് ഞാൻ പോയതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ വരെ പോയി വന്നു. ബാംഗ്ലൂർ വരെ പോയി വന്ന ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്, വണ്ടീൻ്റെ റൈഡിങ് കംഫർട്ട് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെങ്കിൽ ഞാൻ അതിൻ്റെ മുന്നേ ഇൻ്റർസെപ്റ്ററാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി. വണ്ടി നല്ല എന്താ ഒരു ഓപ്പൺ റോഡൊക്കെ കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഈ വണ്ടീൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് ഓടിക്കുന്നത്. എന്തായാലും ഒരു 100-120 ആ റേഞ്ചിൽ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വണ്ടി 100-120 പോകുന്നത് അറിയില്ല. അത്രയ്ക്കും ഒരു എന്താ ധൈര്യമാണ് വണ്ടി ഓടിക്കാൻ. നമ്മളെ കയ്യിൽ നിന്ന് പാളിപ്പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നോർമൽ റോഡിൽ ഒരു 80-70 ആ റേഞ്ചിലാണ് ഞാൻ ഓടിക്കുന്നത്. എന്തുകൊണ്ടാണ് നോർമൽ റോഡിൽ ആ ഒരു സ്പീഡ് പോകുന്നതായിരിക്കും നല്ലത്. ഓവർ സ്പീഡ് പോകാതിരിക്കുക. ഇത് ഏത് വണ്ടി ഉപയോഗിക്കേണ്ടവരും ഓവർ സ്പീഡ് പോകാതിരിക്കുക. പിന്നെ ഈ ഇങ്ങനത്തെ സൂപ്പർ ബൈക്ക് ഉപയോഗിക്കേണ്ടവരെ എൻ്റെ ഇപ്പോൾ ഈ ഒരു മാസത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ സൂപ്പർ ബൈക്ക് ഓടിക്കേണ്ടവർ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എന്താണെങ്കിൽ ഈ വണ്ടി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇത് നമ്മളെ സേഫ്റ്റിക്കല്ല, ബാക്കിയുള്ളവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിത് കൊണ്ടുപോകുമ്പോൾ ഇതിനെ ചേസ് ചെയ്തിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ടാവും. സ്പ്ലെൻഡറിലും അങ്ങനത്തെ ഈ വണ്ടിയിലൊക്കെ വരുന്നുണ്ടാവും. അവർ വണ്ടി കാണാൻ വരികയാണോ ഇല്ല ഈ വണ്ടി ചേസ് ചെയ്യാൻ വരികയാണോ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം നമ്മളും അവരൊപ്പം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചേസ് ചെയ്യാൻ ഒറ്റ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ട്രാഫിക്കുള്ള സമയത്ത് മാത്രമേ അവർക്ക് നമ്മൾ ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ ഈ ഒരു മാസം ഉപയോഗിക്കുന്ന ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യം ഇതേപോലെ 2 ചെക്കന്മാർ ആക്സിഡൻ്റ് ആവേണ്ടതാണ്. ഇതിനായി ട്രാഫിക്കിൽ ഹൈ സ്പീഡ് പോകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വിട്ടു കൊടുക്കുക, പോയിക്കോട്ടെ,
ഓർക്ക് പോയിട്ട് എന്തെങ്കിലും തിരക്കുണ്ടാവും. അപ്പോൾ അവരൊപ്പം നമ്മൾ മത്സരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ വണ്ടി ഓടിക്കണതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്മൂത്താണ്. വണ്ടീൻ്റെ ഓടിക്കുമ്പോഴുള്ള സൗണ്ട് തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ്സാണ്. ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ലൗഡ്നെസ് അല്ല. അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു 60 കിലോമീറ്ററിൽ നിന്ന് അങ്ങോട്ട് ആക്സിലേറ്റർ കൊടുത്ത് പോവുകയാണെങ്കിൽ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ, 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ റീച്ച് ആവുകയാണെങ്കിൽ ആ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആ വണ്ടി കയറുന്ന തന്നെ എന്താ പറയുക, നമ്മൾ ഒരു വണ്ടിക്ക് റോഡിനും ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത അത്രയും സ്മൂത്തായിട്ട് വണ്ടി ഇങ്ങനെ കയറിപ്പോവും. അത്രയ്ക്കും ഒരു ഫീലിംഗ് ആണ്. ഹൈറ്റ് 5.4 ഇഞ്ചാണ്. എനിക്കിത് അത്യാവശ്യം നല്ല കംഫർട്ടാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വണ്ടി ഓഫ് റോഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് തട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വയനാടിൻ്റെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് പോയി വന്നപ്പോൾ തന്നെ കുറച്ച് ഓഫ് റോഡ് പോയപ്പോൾ പെട്ടെന്ന് വണ്ടി സ്ലിപ്പാവാണ്. ഓഫ് റോഡിനൊന്നും പറ്റിയ വണ്ടി തന്നെ അല്ല. എന്താണെങ്കിൽ വണ്ടി പെട്ടെന്ന് സ്ലിപ്പാവാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും ഈ വണ്ടി അങ്ങനത്തെ റോഡിൽ ഉപയോഗിക്കാതിരിക്കുക. ഇത് മെയിനായിട്ട് നമുക്ക് എന്താ പറയുക, ഹൈവേ, നോർമൽ റോഡ് ഇതിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഓഫ് റോഡിലേക്കൊന്നും വണ്ടി കൊണ്ടുപോകണ്ട. വണ്ടിക്കും കംപ്ലൈൻ്റാണ്. ഞങ്ങൾ എങ്ങനെയോ ഗ്രൂപ്പായിട്ടാണ് പോയത്. പോയ സമയത്ത് അങ്ങനെ പോയതാണ്. പിന്നെ പോവാതിരിക്കാനും പറ്റില്ല നമുക്ക്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഓഫ് റോഡ് പോയത്. അപ്പോൾ അങ്ങനത്തെ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ നിന്ന് ഒഴിവാക്കാം. ഓഫ് റോഡ് പോകണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇത് ഫുള്ളും കിറ്റാണ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇളകി കഴിഞ്ഞാൽ ആ ഫുൾ സൗണ്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ആവും. പിന്നെ അത് എപ്പോഴും ആ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുന്നത്. പിന്നെ സ്ക്രാച്ച് ആവാനൊക്കെ കുറേ ചാൻസസ് ഉണ്ടാവും ഓഫ് റോഡ് ആകുമ്പോൾ. പിന്നെ ഏത് വണ്ടി ആയാലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പം നെഗറ്റീവെന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഒരു നെഗറ്റീവാണ്. എന്താണെങ്കിലും നമ്മൾ മഴയത്തോ അല്ലെങ്കിൽ ചളി വെള്ളത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് ചളി മേപ്പിട്ട് കയറും. ഇതൊക്കെയാണ് വണ്ടീൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത് വണ്ടീൻ്റെ റൈഡിങ് വീഡിയോസും പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ സ്ഥിരം യൂട്യൂബ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി കാണാം.